ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബീട്രൂട്ട് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കാൻ ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു മീഡിയം സൈസ് അളവിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. വളരെ തിന്നായി പോകരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഗീ. നല്ല പശുവിൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കിനി ഇത് വെച്ച് എങ്ങനെയാണ് ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കുന്നുണ്ട്. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച 2 ബീട്രൂട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാല് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം. ഒട്ടും പാലിൻ്റെ ഒരു അംശം കാണാത്ത രീതിയിൽ വേണം ആക്കാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ലെങ്കിൽ ഇടണം എന്നില്ല, കാരണം ബീട്രൂട്ട് തന്നെ നല്ലൊരു മധുരം ഉണ്ടാവും. ഇപ്പൊ പഞ്ചസാരയും പാലും ഒക്കെ നന്നായിട്ട് മിക്സായി ഒരു കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ഹൽവ. ഞാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിലേക്ക് എത്താൻ. പാൻ ചൂടാക്കിയത് മുതൽ ഈ ഒരു നിമിഷം വരെ 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഹൽവ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഹൽവ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഹൽവേനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഹൽവ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിനായിട്ട് ഇതിൽ ഏലക്ക പൊടിച്ച് ചേർക്കാം. അതുമാത്രമല്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് വീട്ടിൽ സ്വീറ്റ്സ് കഴിക്കണം തോന്നിയാൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.